ഹരിതം TV ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ശനിയുടെ വക്രഗതിയെക്കുറിച്ചാണ്. മീനം രാശിയിൽ സഞ്ചരിക്കുന്ന ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നു. അത് ജൂലൈ മാസം, അതായത് 2026 ജൂലൈ മാസം 27-ാം തീയതി മുതൽ ഡിസംബർ മാസം 11-ാം തീയതി വരെയാണ് അങ്ങനെ വക്രത്തിൽ സഞ്ചരിക്കുക. കൊല്ലവർഷം 1201-ാം ആണ്ട് കർക്കിടക മാസം 10-ാം തീയതി മുതൽ 1202-ാം ആണ്ട് വൃശ്ചിക മാസം 24-ാം തീയതി വരെയുള്ള ദീർഘകാലമുണ്ട്. അത്രയും കാലം വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ശനി അധിക ദോഷങ്ങളൊന്നും ചെയ്യുകയില്ല. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് മേടം രാശിക്കാരെ കുറിച്ചാണ്. മേടം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ദൈവാധീനമൊക്കെ വർദ്ധിച്ചിരിക്കുന്ന സമയമാണ്. 9-ാം ഭാവാധിപൻ കൂടി ആയിരിക്കുന്ന വ്യാഴം ആ കർക്കിടകം രാശിയിൽ പൂർണ്ണ ബലവാനായിട്ട് നിൽക്കുമ്പോഴാണ് ഏഴരശനി ആരംഭിച്ചത്. അങ്ങനെ ഏഴരശനി ആരംഭിച്ച് ഇപ്പോൾ വളരെ പല രീതിയിലുള്ള കഷ്ടതകളൊക്കെ അനുഭവിക്കുന്നവർക്ക് ഏഴരശനിയുടെ കാഠിന്യങ്ങളൊക്കെ കുറഞ്ഞ് ശനി അനുഗ്രഹിക്കുന്ന ഒരു സമയമാണ് ഈ വക്രഗതിയുടെ കാലമായ സമയം. ഈ സമയത്ത് പല വിധത്തിലുള്ള രോഗാവസ്ഥകളൊക്കെ ചികിത്സകളൊക്കെ ഫലിച്ച് മാറി നിൽക്കും. അതായത് തലവേദന പോലെയുള്ള അസുഖങ്ങൾ, കണ്ണ് സംബന്ധമായ ചില അസുഖങ്ങൾ, ഞരമ്പ് സംബന്ധമായിട്ടോ ഉദര സംബന്ധമായിട്ടോ ഒക്കെയുള്ള അസുഖങ്ങൾ, അതുപോലെ തന്നെ ദീർഘനാളുകളായിട്ട് ശ്വാസ തടസ്സം പോലെയുള്ള അസുഖങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, ഇതൊക്കെ ശമിച്ച് മാറി നിൽക്കുന്നതിനും രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് ആരോഗ്യസ്ഥിതി പ്രാപിക്കുവാനും ഈ ഏഴരശനി ആരംഭിച്ചതിന് ശേഷമുള്ള ദുരിതങ്ങളിൽ നിന്നൊക്കെ കരകയറുവാൻ മേടം രാശിക്കാരായിരുന്ന അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക് ഭാഗ്യമുള്ള സമയമാണ്. ദൈവാധീനം ഓൾറെഡി പൂർണ്ണമായിട്ടും ഭാഗ്യവും ഉള്ള ഒരു നക്ഷത്രമാണ് ഈ പറയുന്ന അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർ. തൊഴിൽപരമായിട്ടും അഭിവൃദ്ധികൾ വന്നു ചേരും. അതായത് പലതരത്തിലുള്ള അലസതകളോ ശ്രദ്ധക്കുറവുകളോ മറ്റുള്ളവരുടെ തരം താഴ്ത്തലുകൾ, സഹപ്രവർത്തകരുടെ നിസ്സഹകരണം, മേലധികാരികളിൽ നിന്ന് വളരെ മോശമായ വാക്കുകൾ, ദുഷിച്ച വാക്കുകൾ കേൾക്കുക, ശകാരങ്ങൾ കേൾക്കുക, അതുമൂലം പലവിധത്തിലുള്ള നഷ്ടങ്ങൾ പറ്റുക, ജോലിക്ക് കൃത്യസമയത്ത് ഹാജരാകാൻ പറ്റാതെ വരിക, ജോലിയിൽ ഒരു പ്രത്യേകമായിട്ട് ഒരു ഏകാഗ്രതയോടുകൂടി ജോലി ചെയ്തു തീർത്ത് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റാതെ വരിക. അങ്ങനെയൊക്കെ തൊഴിൽ രംഗത്ത് പലതരത്തിൽ സ്വന്തമായിട്ട് ഒരു തൊഴിൽ ഒക്കെ നല്ല രീതിയിലൊക്കെ നടത്തിക്കൊണ്ടിരുന്നവർ ആണെങ്കിൽ പോലും അതെല്ലാം തകർന്ന് പോകുന്ന രീതിയിലേക്ക് വരുന്ന ഈ മേടം രാശിക്കാർക്ക് അതിൽ നിന്നെല്ലാം മുക്തരായി തൊഴിൽ പുരോഗതികളൊക്കെ വന്നു ചേരും. അതായത് ഏതെങ്കിലും തരത്തിലൊക്കെ കഷ്ടതകളൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്നവർ സ്വന്തമായിട്ട് ബിസിനസ്സുകൾ ചെയ്ത് ബിസിനസ് ഒന്നും ഇല്ലാതിരിക്കുന്നവർക്ക് ബിസിനസ് വർദ്ധിക്കുക, ലാഭം, ബിസിനസ് ഉണ്ടെങ്കിൽ തന്നെ ലാഭം എതിലേ പോയി എന്നറിയാൻ വരാതെ വിഷമിക്കുന്നവരുണ്ട്. പല ചെലവുകൾ വന്നു. അങ്ങനെയുള്ളവർക്ക് ചെലവുകളൊക്കെ ഒന്ന് നിയന്ത്രിക്കുന്നതിനും വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുന്നതിനും ലാഭം വർദ്ധിക്കുന്നതിനും ഒക്കെ യോഗമുണ്ട്. അത് തൊഴിൽ രംഗത്തെ ചില പ്രൊമോഷൻ വന്നു ചേരുക, ഉദ്ദേശിച്ച രീതിയിലെ സ്ഥലത്തേക്ക് ഒരു ട്രാൻസ്ഫർ വന്നു ചേരുക. മറ്റൊരു പ്രധാന കാര്യം വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയങ്ങൾ വന്നു ചേരുമെന്നുള്ളതാണ്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് പലതരത്തിലും വിദ്യാ അലസത വന്നു പെട്ട് വളരെ വിഷമിച്ച് ഉദ്ദേശിച്ച മാർക്കൊന്നും ലഭിക്കുകയില്ല എന്ന് വിചാരിച്ചിരുന്ന ആനുവൽ എക്സാം ഒക്കെ വരുമ്പോൾ അങ്ങനെ വിചാരിച്ചിരുന്നവർ വിഷമിക്കേണ്ട. ഇനി വരുന്ന പരീക്ഷകളിലൊക്കെ നല്ലതുപോലെ പെർഫോം ചെയ്യുവാൻ സാധിക്കും. ആ രീതിയിലേക്ക് ബുദ്ധി വികാസം വന്നു ചേരുന്നതിനും പഠനത്തിൽ മികവ് തെളിയിക്കുവാനും നല്ല അധ്യാപകരുടെ നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിക്കുവാൻ തോന്നുക. ഇതിനു മുമ്പ് അധ്യാപകർ നല്ല വാക്കുകൾ പറഞ്ഞതാണ്, മാതാപിതാക്കളും ഒക്കെ. അതൊന്നും അനുസരിക്കാൻ തോന്നാത്ത ഒരു സാഹചര്യം ഉണ്ടാകാം. അതൊക്കെ മാറി അനുസരണ ബുദ്ധി വന്നു ചേരുന്നതിനും ശരിയായ രീതിയിൽ പ്രവർത്തിച്ച് വിജയിക്കുന്നതിനും നല്ല സുഹൃത്തുക്കളും നല്ല മേലധികാരികളും ഒക്കെ അംഗീകാരം തരുന്നതിനുമൊക്കെയുള്ള
നല്ല അവസരങ്ങളാണ് ഈ മേടൻ രാശിക്കാർക്ക്. തൊഴിൽ രംഗവുമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ആരോഗ്യപരമായിട്ടും ഒക്കെ മെച്ചപ്പെടും. അതുപോലെ തന്നെയാണ് ദാമ്പത്യ ജീവിതം. ദാമ്പത്യ ജീവിതത്തിലും പല വിധത്തിലും ഉണ്ടായി തുടങ്ങിയിട്ടുള്ളവർ അവരുടെ ആ ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ മാറും. അതായത് ദാമ്പത്യ കാരകനായിരിക്കുന്ന അല്ലെങ്കിൽ ഭാവാധിപനായിരിക്കുന്ന ഗ്രഹത്തെ ശനി ബന്ധപ്പെടുക, ദൃഷ്ടി ചെയ്യുക, യോഗം ചെയ്യുക സഞ്ചരിക്കുമ്പോൾ ഗോചരൻ, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ആ ബന്ധങ്ങളൊക്കെ വിട്ടുമാറി ശനി അനുഗ്രഹിക്കുവാൻ തുടങ്ങും. ശനി ഒരു ശുഭകാരിയായ ഗ്രഹമായി മാറുകയാണ്. സത്യസന്ധതയുടെയും നേരിൻ്റെയും സേവനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒക്കെ ഗ്രഹമാണ് ഈ ശനിഗ്രഹം. സത്യസന്ധമായിട്ടും കൃത്യനിഷ്ഠയോടും കൂടി ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഒരു കാരണവശാലും ശനി ഉപദ്രവിക്കുകയില്ല, ദോഷങ്ങൾ വരുത്തുകയില്ല എന്ന് തന്നെയാണ് പ്രമാണം. എന്നാൽ അത് പല രീതിയിലുള്ള അലസതകളും നേരുകേടുകളും എല്ലാം സ്വാഭാവികമായിട്ട് അവരവരുടെ തന്നെ അശ്രദ്ധ മൂലം ഉണ്ടായിട്ട് മറ്റുള്ളവരെ പഴിചാരുന്ന ഒരു സ്ഥിതി ഒഴിവാക്കി ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നല്ല രീതിയിൽ വിജയിക്കുവാൻ സാധിക്കും. ദാമ്പത്യ ജീവിതത്തിലും സന്തോഷം വന്നു ചേരുകയും ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനും അതുപോലെ നല്ല നല്ല കാര്യങ്ങൾക്ക് പങ്കെടുക്കുവാനൊക്കെ യോഗം വന്നു ചേരും. ഭൂമി വന്നു ചേരുക, വാഹനം വന്നു ചേരുക, വിവാഹം നടക്കുക, അങ്ങനെ പല രീതിയിലുള്ള മംഗളകാര്യങ്ങൾ കുടുംബത്ത് നടക്കുവാൻ യോഗമുള്ള ഒരു നല്ല സമയമാണ്. ലഭിക്കുന്ന അവസരങ്ങൾ ഒരു കാരണവശാലും പാഴാക്കരുത്, വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. ശനി പ്രീതികരമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൂടുതൽ അഭിവൃദ്ധികരമാണ്. ശാസ്താവിന് നീരാഞ്ജനം കഴിക്കുക, ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക, ശനീശ്വര മന്ത്രം ജപിക്കുക, സ്തോത്രങ്ങൾ ജപിക്കുക, അതൊക്കെ വളരെ വിശേഷാൽ അനുഗ്രഹം തരുന്ന കാര്യങ്ങളാണ്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങളുടെ വിഷയം എന്തുമാകട്ടെ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, പേരും നക്ഷത്രവും കൂടി ചേർക്കുക, ഞാൻ പ്രാർത്ഥിക്കാം. ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ, അതായത് ഞാൻ ഇപ്പോൾ പറഞ്ഞതൊക്കെ ഗോചര ഫലങ്ങളാണ്. വ്യക്തിപരമായിട്ട് ജാതകം നോക്കുന്നതിനോ പൊരുത്തം നോക്കുന്നതിനോ മുഹൂർത്തം നോക്കുന്നതിനോ ഒക്കെ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും നേരിട്ട് വന്ന് ചോദിക്കുന്നതിനും ഒക്കെ അവസരമുണ്ട്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.